തമിഴ്നാട് രാഷ്ട്രീയം വളരെ കൃത്യമായ ചില നിലപാടുകളുള്ള രാഷ്ട്രീയമാണ്. അതിൻ്റെ അടിസ്ഥാനം ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. അത് DMK ആണെങ്കിലും ADMK ആണെങ്കിലും മറ്റ് ദേശീയ കക്ഷികൾ, എനിക്ക് തോന്നുന്നു 1967 ശേഷം ദേശീയ കക്ഷികൾക്ക് തമിഴ്നാട്ടിൽ വലിയ പ്രാമാണ്യം കിട്ടിയിട്ടില്ല. ഇവർ തമ്മിലുള്ള ADMK DMK എന്ന രൂപത്തിൽ MGR, കരുണാനിധി, അത് കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ, അതിന് ജയലളിത, അങ്ങനെയൊക്കെയുള്ള ഒരു ഇക്വേഷനിലാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ അവിടെ കടന്നു കയറാൻ BJP ശ്രമങ്ങൾ നടത്തി. ADMKയുടെ കൂടെ കൂടി, കഴിഞ്ഞ തവണ കൂടിയിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഇത്തവണ ADMKയുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവരുടെ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒരു പോൾ ഒഴിച്ച് ബാക്കി എല്ലാ പോളുകളും പറഞ്ഞിട്ടുള്ളത്. ഏതോ ഒരു പോൾ മാത്രമാണ് ADMKക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. DMK സംബന്ധിച്ചിടത്തോളം ADMKയിലെ പനീർശെൽവം അടക്കമുള്ള കുറേ ആളുകളെ കൂടി 2021 അപേക്ഷിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു മുന്നണിയാണുള്ളത്. കൂടെയുള്ള ഘടകകക്ഷികളെ മുഴുവൻ സംതൃപ്തരാക്കി നിർത്തിക്കൊണ്ട് വിശാലമായ ഒരു ഐക്യം, BJP വിരുദ്ധ ഐക്യം, ഇന്ത്യ മുന്നണി അതിൻ്റെ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. ആ അർത്ഥത്തിൽ അവർക്ക് അവരുടെ ഭരണത്തിന് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. സംഘടനാപരമായി DMK വളരെ ശക്തമാണ്. മറ്റ് പാർട്ടികൾ, കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം ലീഗും അടക്കം അതിൻ്റെ കൂടെയുണ്ട്. ഇതിനിടയിലാണ് ഒരു മൂന്നാം ശക്തി എന്ന നിലയിൽ വിജയ് സിനിമാ താരം എന്ന നിലയിൽ രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം TVK എന്ന അർത്ഥത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി, പേരിലൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി വ്യാപകമായി പ്രചരണം നടത്തി. അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട്, അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ട്, മണ്ഡലങ്ങളുണ്ട്. അതെല്ലാം വച്ച് അദ്ദേഹം പല പ്രദേശത്തും വലിയ തോതിൽ പ്രചരണം നടത്തിയ ആൾ കൂടി. ചില പ്രശ്നങ്ങളും ഉണ്ടായി, ചില സ്ഥലത്ത് ആളുകൾ മരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അവിടെയൊക്കെ കാണുന്ന TVKക്ക് ജനപിന്തുണ ഉണ്ടാവാം. പക്ഷെ അവിടെ കാണുന്ന ഒരു പ്രധാന കാര്യം, സംഘടനാപരമായി തൻ്റെ ജനപിന്തുണ വോട്ടാക്കി മാറ്റാനുള്ള ശേഷി TVKക്ക് ഉണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. കേവലം ആൾക്കൂട്ടം ഓടി വന്ന്, ഇപ്പോൾ മുമ്പ് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ നേടിയിട്ടുള്ള ഒരേ ഒരാൾ NT രാമറാവുവാണ്. ആന്ധ്രയിൽ NT രാമറാവു ഒരു സംഘടനയില്ലാതെ ഫിലിം സ്റ്റാർ എന്ന അർത്ഥത്തിൽ, അതിന് വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് തമിഴ്നാട്ടിലുണ്ടോ? വലിയ തോതിൽ പണം കൊടുത്തൊക്കെയാണ് തമിഴ്നാട്ടിൽ വോട്ട് വാങ്ങുന്നത് എന്നൊക്കെയുള്ള പരാതി വളരെ മുമ്പേ ഉണ്ട്. അങ്ങനെ മാറ്റാനുള്ള സംഘടനാ ശേഷി ഇല്ലെങ്കിൽ TVKക്ക് കുറെ വോട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സീറ്റുകൾ ഇവർ ഈ പറയുന്നത് പോലെ, ഏതെങ്കിലും ആക്സിസ് ഒക്കെ പറയുന്നത് പോലെ TVK ഭരണകക്ഷിയായി അവിടെ വരുമോ എന്ന ചോദ്യം, അതിന് നോ എന്ന് ഉത്തരം പറയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു വിശകലനം അതാണ്. ഒരുപക്ഷെ വടക്കൻ തമിഴ്നാട്ടിൽ കുറച്ച് സീറ്റുകൾ TVK പിടിച്ചേക്കാം. എന്നാൽ പരമ്പരാഗതമായ DMKയുടെയോ ADMKയുടെയോ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണമായ വക്താവാണ് താൻ എന്ന് ജനങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ TVKക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. ഈ പറഞ്ഞ പല എക്സിറ്റ് പോളുകളും പറയുന്ന പോലെ 10-20 സീറ്റ് കിട്ടാം. മാത്രമല്ല, MGRനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ താരത്തിനും അവിടെ ഈ പറയുന്നത് പോലെയുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിജയകാന്തോ അല്ലെങ്കിൽ രജനീകാന്ത് വന്നിട്ട് തിരിച്ചുപോയി, കമലഹാസൻ വന്നു, അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രെൻഡ് തമിഴ്നാട്ടിലുണ്ട് എന്ന് ആക്സിസ് പറയുന്ന പോലെ ട്രെൻഡ് ഉണ്ടെന്ന് കരുതുന്നില്ല. തമിഴ്നാട്ടിൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എക്സിറ്റ് പോളുകളും മുൻകാല അനുഭവങ്ങളും രാഷ്ട്രീയ ചരിത്രമൊക്കെ വെച്ച് സ്റ്റാലിൻ്റെ മുന്നണി തിരിച്ചു വരാനാണ് സാധ്യത. അദ്ദേഹത്തിന് സീറ്റ് കുറയുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ DMKക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യ മുന്നണി എന്ന അർത്ഥത്തിൽ അവർക്ക് ഭരിക്കാൻ കഴിയും. അത് തന്നെ ചെറിയൊരു വ്യത്യാസമാണ്, എങ്കിലും അതിനാണ് സാധ്യത കാണുന്നത്.